ഇവിടെ പ്രത്യേകിച്ച് ഞാൻ SFI മക്കളോട് പറയാം, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ എല്ലാരും ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം. ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും, ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ. ഈ കോളേജിൽ എന്നെ തടയുന്നു. എവിടെയോ കിടക്കുന്ന ചെഗുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു. ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇതെവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത്? IT-യിൽ നിങ്ങൾ പഠിക്കുന്നു. നിങ്ങളുടെ ഭാവി എന്താണ്? നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഈ കൊല്ലത്തോ പരിസരത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ? നിങ്ങൾക്ക് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകണം, ആന്ധ്രയിൽ പോകണം. നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന UP-യിലോട്ടും ഗുജറാത്തിലോട്ടും ഇനി പോകേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ആ നാട് വികസനത്തിന്റെ പാതയിലും നമ്മൾ മുരടിപ്പിന്റെ പാതയിലുമാണ്. 40ഓളം കൊല്ലം, 4 ദശാബ്ദങ്ങൾ ഇവിടെ അടഞ്ഞുകിടന്ന ബൈപ്പാസ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം മാത്രമാണ് അതിന് പണി ആരംഭിച്ചത്. ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതി നടക്കുന്നു 383 കോടി രൂപയുടെ. അത് ഇവിടത്തെ MP പറയുന്ന MP-യുടെ ക്രെഡിറ്റിലാണെന്ന്. ഒന്ന് ചോദിച്ചോട്ടെ, ഒരു MP-യുടെ ഫണ്ട് ഒരു കൊല്ലത്തിൽ 5 കോടി മാത്രമാണ്. അപ്പൊ ഈ ബാക്കിയുള്ള 350 എവിടെ നിന്ന് വരുന്നു? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഭാരതമൊട്ടാകെ 500 ചില്ലുവാൻ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിൽ നമ്മൾ ഭാഗ്യം ഉള്ളവരായതുകൊണ്ട് നമുക്ക് കൊല്ലത്തും വന്നിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിന്റെ ചരിത്രമെടുത്താൽ ഇരു മുന്നണികളും കേരളത്തെ ചതിച്ചു കൂട്ടിയിട്ട് നിങ്ങളൊക്കെ നാളെ പഠിച്ചു പാസ്സായിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് വെച്ചാൽ 10ന്റെ അന്ന് സ്ഥാപനം പൂട്ടിക്കും ഇന്നിവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് നിങ്ങൾ മനസ്സിലാക്കണം.